നമസ്കാരം. ആദ്യമായി ഞാൻ എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് ഒരു നോവലാണ്. തകഴി ശിവശങ്കരപിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിൻ്റെ ഒരു ചുരുക്കരൂപമാണ് ഞാനിവിടെ നിന്ന് പറയുന്നത്. അതിനു മുൻപ് നമുക്ക് നോവലിസ്റ്റിനെ ഒന്ന് പരിചയപ്പെടാം. പൊയ്പ്പള്ളിക്കളത്തിൽ ശങ്കരക്കുറുപ്പിൻ്റെയും പാർവതി അമ്മയുടെയും മകനായി 1912 ഏപ്രിൽ 12 തകഴി പടഹാരം മുറിയിൽ അരിപ്പുറത്ത് വീട്ടിലാണ് ശിവശങ്കരപിള്ള ജനിച്ചത്. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് ലീഡർഷിപ്പ് പരീക്ഷ പാസ്സാവുകയും ആലപ്പുഴയിലെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തിരുവനന്തപുരത്ത് താമസത്തിനിടയിൽ പ്രസിദ്ധ നിരൂപകനായ കേസരി ബാലകൃഷ്ണപിള്ളയുമായുണ്ടായ മൈത്രി ബന്ധമാണ് തകഴിയെ നോവൽ സാഹിത്യത്തിലേക്ക് എത്തിപ്പെടുവാൻ ഇടയാക്കിയത്. അദ്ദേഹവുമായുണ്ടായ ഒരു സൗഹൃദമാണ് തകഴിയെ നോവലിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് പറയാം. പിന്നെ പത്മഭൂഷൺ ബഹുമതിയും ജ്ഞാനപീഠം അവാർഡൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നോവൽ രംഗത്തേക്ക് കടന്നു വന്ന തകഴി ഈ മലയാള നോവൽ സാഹിത്യ രംഗത്ത് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നോവലുകളിലെ പ്രമേയങ്ങളുടെ ഒരു പൊതു സ്വഭാവം നമുക്ക് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താഴേക്കിടയിലുള്ള ആളുകളുടെ സാമൂഹ്യ ജീവിതം, അവരുടെ ജീവിതമാണ് അദ്ദേഹം മിക്ക നോവലുകളിലും പ്രമേയമാക്കിയിരിക്കുന്നത്. വളരെ വ്യക്തമായി അദ്ദേഹം അവരുടെ കഥ അദ്ദേഹത്തിൻ്റെ നോവലിൽ വരച്ചു കാട്ടുന്നു. പറയർ, പുലയർ, തോട്ടിത്തൊഴിലാളികൾ, മുക്കുവർ തുടങ്ങിയ വിഭാഗങ്ങളൊക്കെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ നേർചിത്രം നമുക്ക് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ കാണാൻ സാധിക്കും. വിവിധ തലങ്ങളിൽപ്പെട്ട വിവിധ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ നോവലുകളിലൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ചെമ്മീനിലെ കറുത്തമ്മ, പരീക്കുട്ടി അല്ലേ? അവർ നമ്മുടെ മനസ്സിലൊക്കെ ഇന്നും നമ്മൾ ഓർക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. അതുപോലെ അവർ മാത്രമല്ല, ആ നോവലിലെ മിക്ക കഥാപാത്രങ്ങളും ആ നോവൽ മിക്ക സിനിമയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയിലെ കഥാപാത്രങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിൽ ഇന്നുണ്ട്, അങ്ങനെ പറയാം. അപ്പം അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം നമുക്ക് ജീവസുറ്റ കഥാപാത്രങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അത്രയ്ക്ക് ജീവനോടെയുള്ള കഥാപാത്രങ്ങളെ നമുക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങനെയല്ല, അദ്ദേഹം അവർക്കിടയിലേക്ക് ചെന്ന് അവരുടെ ജീവിതം പഠിച്ച് മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ എഴുതി വച്ചിരിക്കുന്നത്, അങ്ങനെ പറയാം. ഈ രണ്ടിടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയരുടെയും പുലയുടെയും പ്രധാനപ്പെട്ടൊരു കഥയാണത്. അതുകൂടാതെ ആ ഒരു വിഭാഗത്തിൻ്റെ കഥ മാത്രമല്ല, അത് മുതലാളി വർഗവും തൊഴിലാളി വർഗവും തമ്മിലുണ്ടായ സംഘർഷങ്ങളുടെ കഥയാണ്. അങ്ങനെ ഈ മുതലാളി വർഗത്തിനെതിരായിട്ട് തൊഴിലാളി വർഗത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു നോവൽ കൂടിയാണ് രണ്ടിടങ്ങളിൽ. താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ ജീവിതത്തിലെ നിസ്സഹായ അവസ്ഥകൾ അദ്ദേഹം ഭംഗിയായി തന്നെ മിക്ക നോവലുകളിലും പറഞ്ഞിട്ടുണ്ട്. രണ്ടിടങ്ങളിലും നമുക്കങ്ങനെ ഒരുപാട് ഹൃദയസ്പർശിയായ ഭാഗങ്ങൾ നമുക്ക് വായിച്ചാൽ നമ്മുടെ മനസ്സിലൊക്കെ ചേക്കേറും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടിടങ്ങളിൽ ഹൃദയഭേദകമായിട്ട് തോന്നിയ ഒരു സന്ദർഭമുണ്ട്. അതിനു മുൻപ് നോവലിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയണം. കോരൻ, ചിരുത, ചാത്തൻ ഒരാണ് പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. നോവലിലെ നായകൻ കോരൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ കുഴിച്ചിടാൻ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ പായിൽ പൊതിഞ്ഞിട്ട ശവശരീരവും കൊണ്ട് നായകൻ നദിയുടെ ദൂരെ വെള്ളത്തിനടിയിൽ കൊണ്ടുപോയി ആ ശവശരീരം കെട്ടിത്താഴ്ത്തുന്നൊരു രംഗം. ആ രംഗം നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കഥാപാത്രങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ഉൾക്കൊള്ളാൻ കഴിയും. ആ രംഗം ഒരു തുണ്ട് ഭൂമി പോലില്ലാതിരുന്നൊരു നായകനെ നിസ്സഹായ അവസ്ഥ, ആ ഒരു ഭാഗം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
അദ്ദേഹത്തിൻ്റെ മിക്ക നോവലുകളിലും രണ്ടിടങ്ങളിൽ അടക്കമുള്ള മിക്ക നോവലുകളിലും അതുപോലുള്ള ഹൃദയസ്പർശിയായ ഭാഗങ്ങൾ, വികാരനിർഭരമായ ചില ഭാഗങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ചിരുതയും കോരനും ചാത്തനുമാണ്. ഇനി കഥയുടെ ഒരു പ്രമേയം എന്ന് പറയുന്നത് കോരനും ചാത്തനും ചിരുതയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മത്സരമാണ്. കഥയുടെ നോവലിൻ്റെ തുടക്കം അങ്ങനെയാണ്. മത്സരത്തോടു കൂടിയാണ് നോവൽ തുടങ്ങുന്നത് തന്നെ. അങ്ങനെ ആ മത്സരത്തിൽ നിന്ന് കഥ ആരംഭിക്കുമ്പോൾ ആ മത്സരത്തിൽ കോരൻ ജയിക്കുകയും ചാത്തൻ തോൽക്കുകയും ചെയ്യും. പിന്നീട് കോരൻ ചിരുതയെയും കല്യാണം കഴിച്ച് കുട്ടനാട്ടിൽ താമസം തുടങ്ങും. പുഷ്പവേലിൽ ഔസേപ്പ് മുതലാളിയുടെ കൃഷിപ്പണിക്കാരനായിട്ടാണ് കോരൻ്റെ പിന്നെ നമ്മൾ കാണുന്നത്. പക്ഷേ ഔസേപ്പ് എന്ന് പറയുമ്പോൾ മുതലാളി വർഗത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ എന്തായാലും ഒരു ചൂഷണ സ്വഭാവം അയാളടക്കമുള്ള വിഭാഗങ്ങളിൽ ഉണ്ടാവും. അങ്ങനെ ആ ഒരു ചൂഷണ മനോഭാവത്തിൽ കോരൻ പ്രകോപനം കൊള്ളുകയും പിന്നീട് അവിടെ നിന്ന് മുതലാളി വർഗ സംഘർഷാവസ്ഥയിലേക്ക് നോവൽ എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ രണ്ട് ചേരികൾ ഉടലെടുത്ത് കഴിയുമ്പോഴാണ് പല നിർണായക സംഭവങ്ങളിലേക്കും നോവൽ എത്തിച്ചേരുന്നത്. ഈ ഔസേപ്പ് മുതലാളിയുടെ മകൻ ചാക്കോ, ഗർഭിണിയായ കോരൻ്റെ ഭാര്യ ചിരുത, അന്നേരം ചിരുത ഗർഭിണിയാണ്. അപ്പോൾ ചിരുതയെ ബലാത്കാരമായിട്ട് സമീപിക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന സംഘർഷത്തിൽ കോരൻ ചാക്കോയെ കൊന്ന് ജയിലിൽ പോകേണ്ട ഒരു സ്ഥിതിയും നോവലിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കോരൻ ജയിലിലേക്ക് പോവുകയാണ്. 5-6 വർഷം ജയിലിലേക്ക് പോകുന്ന ജയിൽവാസം അനുഭവിക്കാൻ വേണ്ടി, ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി പോകുന്ന കോരൻ ഗർഭിണിയായ തൻ്റെ ഭാര്യ ചിരുതയെ ഏൽപ്പിച്ചു പോകുന്നത് മുൻകാമുകനായ ചാത്തനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് കഥ. ഒരു കഥയുടെ ചുരുക്കം ഇങ്ങനെയാണ്. 5-6 വർഷം, പിന്നീട് അവിടെ നിന്ന് 5-6 വർഷം ചാത്തൻ കാമുകിയായ ചിരുതയെ എങ്ങനെയാണ് നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ അത് ചാത്തൻ ഉൾക്കൊള്ളും? ഒരു കാലത്ത് താൻ സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണാണല്ലോ ചിരുത. അപ്പോൾ കോരനാണെങ്കിൽ വിശ്വസ്തയോടുകൂടി സ്വന്തം ഭാര്യയെ ഏൽപ്പിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ചാത്തന്. പക്ഷെ നമ്മളാരും വിചാരിക്കുന്ന പോലെ തരത്തിലൊന്നും കഥ നോവലിൽ കാണുന്നില്ല. കാരണം അത്രയും വർഷം അവർ ഒരു കുടിലിൽ ജീവിച്ചിട്ടും രണ്ടുപേർക്കും പരസ്പരം വികാരത്തിന് അധീനരാവാതെ രണ്ടുപേരും ജീവിച്ചു എന്നാണ് നോവലിസ്റ്റ് എഴുതിയിരിക്കുന്നത്. സഹോദരിയെ പോലെ തന്നെ ചാത്തൻ കണ്ടു എന്നാണ് പറയുന്നത്. അത്രയും അങ്ങനെയാണ് കഥ. പിന്നീട് ഇതാണ് കഥയുടെ ഒരു ചുരുക്ക രൂപം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം തകഴി സാധാരണ മനുഷ്യരുടെ ജീവിതം പഠിച്ചു തന്നെ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ തകഴി സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം നന്നായി പഠിച്ചിട്ട് തന്നെയാണ് മിക്ക നോവലിലെയും കഥകളെയും കഥാപാത്രങ്ങളെയും കഥാപ്രമേയവും ഒക്കെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത്ര പച്ചയായി കഥാപാത്ര സൃഷ്ടിയും കഥാപ്രമേയത്തിൻ്റെ യാഥാർത്ഥ്യവും സൃഷ്ടിക്കാൻ ഒരു സാഹിത്യകാരനും കഴിയാറില്ല. തകഴി എന്ന നോവലിസ്റ്റ് അത്ര വളരെ ഭംഗിയായി തന്നെ രണ്ടിടങ്ങളിൽ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ അവരുടെ ജീവിതം, താഴേക്കിടയിലുള്ള ആളുകളുടെ ജീവിതം കൈകാര്യം ചെയ്തിരിക്കുന്നു, വരച്ചു കാട്ടിയിരിക്കുന്നു. രണ്ടിടങ്ങളിൽ എന്ന നോവലിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ഞാനിവിടെ പ്രസ്താവിച്ചത്. ശരിക്കും ആദ്യ അവസാനം വരെ ഇരുത്തി വായിക്കേണ്ട ഒരു നോവലാണിത്. വായിക്കുന്നവർക്ക് പല ദൃശ്യങ്ങളിലേക്കും മനസ്സ് ചെന്നെത്താൻ നമുക്കത് നോവൽ ചെയ്ത് വായിക്കുമ്പോഴേ നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിലേക്ക് ശരിക്കും ചെന്നെത്തുകയുള്ളൂ. എന്നാൽ ആ നോവലിൻ്റെ സംഭവവികാസങ്ങളും സംഭാഷണങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും രണ്ടിടങ്ങളിൽ അടക്കമുള്ള തകഴിയുടെ നോവലുകൾ വായിച്ച് വ്യത്യസ്തമായൊരു അനുഭവം ആസ്വദിക്കുവാൻ തയ്യാറാവുക. രണ്ടിടങ്ങളെക്കുറിച്ചിട്ടൊരു ചെറിയ ഒരു വീഡിയോ അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സന്തോഷം. താങ്ക് യു.